അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നും ഞങ്ങളുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ തന്നെയാണ്. നമ്മൾ വീട്ടിൽ പോയാലല്ലേ എന്തെങ്കിലും വീട്ടു വിശേഷങ്ങളും ഒക്കെ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇന്നും ഹോസ്പിറ്റൽ വിശേഷങ്ങൾ തന്നെയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തിങ്കളാഴ്ചയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, ഇന്ന് 4ാമത്തെ ദിവസമാണ് ഹോസ്പിറ്റൽ ജീവിതം പിന്നിടുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഹോസ്പിറ്റൽ ജീവിതം 4ാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോൾ മണി 6:30 ആയപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുന്നേറ്റു. അമ്മയ്ക്ക് ദാ ട്രിപ്പിൽ കൂടെ മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നു. ദാ ഇവളാണെങ്കിൽ പെട്ടിയും കിടക്കേണ്ടത് മടക്കുന്നല്ല. ദാ ഇവള് പാവം താഴെ കേട്ടോ കിടന്ന് ദാ ബെഡ്ഷീറ്റൊക്കെ പാവൻ രാവിലെ മടക്കുവാണ്. പിന്നെ രാവിലത്തെ പരിപാടികൾക്കുള്ള അടുത്ത തയ്യാറെടുപ്പിലേക്ക് പോകുന്നു. നല്ല കുറവുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കിടന്നത് ദാ ഇവിടെയാണ്. അപ്പോൾ രാവിലെ ഇനി എഴുന്നേക്കട്ടെ. അവർ വന്ന് ട്രിപ്പൊക്കെ ഇട്ടു. അപ്പം ഞങ്ങൾ കളിയാക്കി പറഞ്ഞ് ഞങ്ങളെ മാറി കുത്തിയൊക്കെ തന്ന് അല്ലേണ്ടി. ഇപ്പൊ പറയണ്ട തീരാറായിട്ടില്ലത്. കുറച്ചാകുമ്പോ പറയണം. താഴോട്ട് വരുമ്പോ ഇച്ചിരിയും കൂടെ പോണം. എനിക്കറിയാം. അമ്മയെ കൊണ്ടുപോവാം. അമ്മ ഇപ്പൊ പല്ല് തേപ്പിക്കണം എന്നമ്മ പറയുന്നേ. അപ്പം ഞങ്ങളിപ്പോൾ അമ്മ പല്ല് തേപ്പിക്കാൻ ഇപ്പം വലിയ പാടില്ല കേട്ടോ. ഒന്ന് പതുക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. എടി ആയില്ലടി, എനിക്കറിയാതാവുമ്പോൾ ആയില്ല. അപ്പം രാവിലെ കട്ടൻ കാപ്പി കൊണ്ടുവച്ചിട്ടുണ്ട്. 5:30 മണിക്ക്. അതെ 5:30 മണിക്ക് കട്ടൻ കാപ്പി കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുടിച്ചില്ല. ഓ ഇല്ലമ്മ, ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടല്ലോ. നമുക്ക് ഇത്ര രാവിലെ വേണ്ടല്ലോ. അതെ അല്ലേ? കുറച്ചുകൂടെ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്നു. പക്ഷെ മഴയ്ക്ക് യാതൊരു വ്യത്യാസമില്ല. മഴ ഇങ്ങനെ ചാറി ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെയാണ് ഇത്രയും നേരത്തെ വിശേഷങ്ങളൊക്കെ. കേട്ടോ, പിന്നെ കാണാം. അപ്പം ഞങ്ങളിതാ 2 പേരും വന്ന് രാവിലെ വന്നു. ഇന്ന് ഇവിടെ രാവിലെ വീട്ടിലോട്ട് പോയില്ല അല്ലേ? ഇല്ല. അപ്പം എനിക്ക് വെളിയിലോട്ടൊന്ന് പോകണേ. അപ്പം അതുകൊണ്ട് ഇവിടെ ഇന്ന് രാവിലെ പോവാൻ. ഉച്ചയ്ക്ക് ഞാൻ പോയിട്ട് വന്നിട്ട് ഇവിടെ വീട്ടിൽ പോകും. ഇവരെല്ലാവരും പോകും. പിന്നെ ഞാനും അമ്മയും പിന്നെ കടങ്ങറ അനിയത്തി വരും അല്ലേ? അപ്പൊ രാവിലെ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇങ്ങനെ പൊത്തിയിരിക്കുവാണ്. ഇവളൊന്നും രാവിലെ എന്തോ കുളിക്കാഞ്ഞെന്ന് വിചാരിക്കരുത്. സമയം കിട്ടിയില്ല. എന്തായാലും കുളിക്കണം. അതന്നെ, നമുക്ക് കുളിച്ചിട്ടൊന്നും അങ്ങനെ ഒന്നും പറ്റത്തില്ല. എന്തായാലും കുളിക്കും കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുളിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അമ്മയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ട്. അമ്മയെ കാണിച്ചു തരാമേ. അമ്മയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്. ഇന്ന് എഴുന്നേറ്റിരുന്നു അല്ലേടി, മെഡിക്കൊക്കെ ആയിട്ടിരുന്നു. ആഹാരമൊക്കെ കഴിച്ചു. കുഴപ്പമൊന്നുമില്ല. ഇപ്പം ദാ ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അമ്മ ഒന്ന് മയങ്ങുവാണ്. പിന്നെ 2 പേർക്കും പരീക്ഷയാണ്. 2 പേരും എന്താ കുത്തുന്നുണ്ട്. അവരെന്ത് ചെയ്യാനാ, കഷ്ടം അല്ലേ? ഹോസ്പിറ്റലിൽ വന്നിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ വെളിയിൽ ഞങ്ങളുടെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴുള്ള കാഴ്ചകളാട്ടോ ഈ കാണുന്ന. കണ്ടോ, നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ്. പക്ഷെ നല്ല രസമാണ്. ഇങ്ങനെ വെളിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കിത് കോട്ടയമാണെന്നൊന്നും തോന്നത്തില്ല. വേറെ ഏതോ രാജ്യത്താന്ന് തോന്നിപ്പോകും കേട്ടോ. നല്ല രസമുണ്ട്. ഇതിനിടയ്ക്ക് കഴിക്കാൻ മേടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ റംബൂട്ടാൻ കണ്ടോ. റംബൂട്ടാൻ്റെ മുറ്റിൽ നിറച്ച് കായുണ്ട്. അതിപ്പോൾ കാണാൻ പറ്റത്തില്ലായിരിക്കും. അതിപ്പോൾ ദാ നെറ്റിട്ടിട്ടിരിക്കുവാണ്. ഇതാ അപ്പുറത്ത് കൊണ്ടുകൊണ്ടോ ഇഷ്ടമാതിരി. ഇപ്പം കഴിക്കാൻ മേടിക്കട്ടെ. എൻ്റെ വാതുക്കൽ നിന്നാണ് ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പം ഊണെല്ലാം കഴിഞ്ഞു. ഞാനും
അനിയത്തിയും ഇവിടുന്ന് ഒരു അവിടെ അടുത്തൊരു നല്ലൊരു ഇതുണ്ട്, ഹോട്ടലുണ്ട്. അവിടുന്ന് ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയും കൂടെ കഴിച്ചു. അമ്മയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കൊടുത്തത്. അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറാണ് കൊണ്ടിരുന്നത്. ഇവിടുത്തെ ഫുഡ് നല്ലതാണ് കേട്ടോ, ക്യാൻറ്റീനിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഇന്നമ്മ പറഞ്ഞു കഞ്ഞി കുടിച്ചാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇന്നമ്മയ്ക്ക് കഞ്ഞിയാണ് കൊടുത്തത്. പിന്നെ അമ്മയ്ക്ക് ഇന്ന് കുറച്ച് നല്ല ആശ്വാസമുണ്ട്. അപ്പം കാലൊക്കെ അവർ വന്ന് ഇതുപോലെ ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ പോയി. പിന്നെന്താ പറയാനുള്ളത്, നല്ല മഴ, പെരുമഴ കേട്ടോ. അപ്പം ഇന്നിപ്പം അവള് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവള് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. എൻ്റെ ചേട്ടനും അവളുടെ ചേട്ടനും അവളും കൂടെ വീട്ടിലോട്ട് പോയി. ഇപ്പം ഞാനാണിപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്ന്. അപ്പം ഇന്നിനി വൈകിട്ട് അവള് വരില്ല. അപ്പം അതിന് പകരം കിടങ്ങറയിലെ അനിയത്തി വരും. അവിടുന്ന് അവള് പോന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരുമാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്, അമ്മയ്ക്ക് കൂട്ടിന്. അപ്പം ഞങ്ങൾ പറഞ്ഞു നീ പൊയ്ക്കോ. അപ്പം വീട്ടിലാണെങ്കിൽ അവർ 3 പേരും ഇല്ലേന്ന്, എൻ്റെ ചേട്ടനും അവളുടെ ചേട്ടനും കുഞ്ഞും ഉണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ വെക്ക് ചെന്നിട്ട്. അപ്പം സമയമുണ്ടല്ലോ, പിന്നെ നാളെ നീ വന്നാൽ മതി എന്ന് പറഞ്ഞാണ് വിട്ടത്. അപ്പം ഇപ്പം 3 പേരും കൂടെ വന്ന് ഹോസ്പിറ്റലിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ. പിന്നെ ഇഷ്ടമാതിരി തുണിയും നനയ്ക്കാനുണ്ട്. അമ്മയുടെ തുണിയുണ്ട്, എൻ്റെതുണ്ട്. ഓരോ ദിവസവും മാറുന്നത് എൻ്റെതും അമ്മയുടേതും അവളുടേതും ഒക്കെ ഇഷ്ടമാതിരി തുണിയുണ്ട്. അപ്പം ഞങ്ങളുടെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുണി ഒരാളെ കൊണ്ട് കഴിയിക്കാൻ പാടില്ല, അവനവൻ തുണി അവനവൻ കഴുകുക എന്ന് പറഞ്ഞു. മെഷീനകത്ത് ഇടാൻ പറ്റുന്ന തുണിയല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ തുണി ആരെയും കൊണ്ടും കഴിക്കല്ല, അവള് പാവം, അവൾ ഈ ജോലിയെല്ലാം ചെയ്തിട്ട് അതും കൂടെ കഴുകണം. അപ്പം വേണ്ട. അപ്പം സ്വന്തമായിട്ട് ചേട്ടനോട് ഞാൻ പറഞ്ഞു കഴിയേക്കണം എന്ന് പറഞ്ഞു. അപ്പം അവള് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അവള് ഇന്ന് വീഡിയോ ഇടുമായിരിക്കും. അപ്പം ഈ വീഡിയോ എപ്പോഴാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇന്നലെ താഴെയാണ് വൈഫൈ ഉള്ളത്, ഇതിനകത്ത് വൈഫൈ ഇല്ല, ഡേറ്റ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ താഴെ പോയിരിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി മറ്റേ അനിയത്തി വരാതെ എനിക്ക് താഴോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അമ്മ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ടെൻഷൻ, നമ്മളങ്ങനെ പോകത്തില്ലല്ലോ. വീഡിയോയ്ക്കാണ് പ്രാധാന്യം എന്ന് വിചാരിക്കത്തില്ല. അങ്ങനെയല്ല, അതല്ലല്ലോ. നമ്മുടെ അമ്മയുടെ അടുത്ത് നമുക്ക് എപ്പോഴും ഇരിക്കണ്ടേ, ആള് വേണം. അതുകൊണ്ട് അപ്പം അവള് വന്നു കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് എൻ്റെ അമ്മ എഴുന്നേറ്റ് കസേരയിൽ ഇരിക്കുവാണ്. അല്ല അമ്മ? അതെ, കഞ്ഞി അമ്മ കുടിച്ചു കേട്ടോ. എന്നും ഈ പല ചോറായിരുന്നല്ലേ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്നത്? ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇച്ചിരി അച്ചാറും എല്ലാം കൂടി ഇട്ട് അത് മാത്രമേ ഇട്ടുള്ളൂ. എന്നിട്ട് കഞ്ഞി കുടിച്ചു, വേറെ ഒന്നും ഇട്ടില്ല. അതുകൊണ്ട് മെഴുക്കുവരട്ടി എന്തൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കൂട്ടിയേ ഇല്ല. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് അമ്മയ്ക്ക് കേട്ടോ. എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് എളുപ്പം സുഖമാകാൻ വേണ്ടിയിട്ട്. എളുപ്പം സുഖമാകാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. 2 ദിവസം ഇവിടെ അഡ്മിറ്റായ ദിവസമൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ അമ്മ അങ്ങോട്ട് എഴുന്നേക്കത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചായിരുന്നു എഴുന്നേപ്പിക്കുന്നതൊക്കെ. ആ സ്റ്റേജിൽ നിന്നെല്ലാം മാറി ഇപ്പം ഞങ്ങളുടെ അമ്മ മിടിക്ക് കുട്ടിയായി അല്ലേ. ഇനി കാല് കുറച്ചുകൂടെ ഒക്കെ കരിയാനുണ്ട്, അത് കരിയാതെ ഒന്നും നമ്മളെ വിടത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പുറത്താണെങ്കിൽ നല്ല മഴ തകൃതിയായില്ല പെയ്യുന്നുണ്ട്. ഇനി രാത്രിയിലത്തെ ആഹാരം അവള് കൊണ്ടുവരും. മറ്റേ കിടങ്ങറയിലെ അനിയത്തി വൈകിട്ട് വരും. അപ്പം അവള് രാത്രിയിലത്തെ ആഹാരം കൊണ്ടുവരും. അപ്പൊ ഇന്ന് വെളിയിലോട്ടൊന്നും ആഹാരം ഒന്നും വാങ്ങിക്കാൻ പോവണ്ട. അമ്മയും പറഞ്ഞ അമ്മയ്ക്ക് അപ്പൊ എന്നും ഇവിടെ ചപ്പാത്തിയാണ് വൈകിട്ട് കൊണ്ടുവരുന്നത് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു എടി ഞാൻ കൊണ്ടുവന്നോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഇഡ്ഡലിയും ചമ്മന്തിയും കൂടെ കൊണ്ടുവരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും മതി, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ കിട്ടിയാൽ മതിയല്ലോ, നമുക്ക് ആഹാരം കഴിക്കുന്നതിലൊന്നും അല്ലല്ലോ കാര്യം ഇരിക്കുന്നത്. നമുക്ക് അസുഖം പെട്ടെന്ന് കുറയണം, പോണം എന്നുള്ളൊരിതാണ് അല്ലേ അമ്മ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ്. കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, കാരണം നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ ഒന്നും തന്നെ കാണിക്കാനില്ല, എല്ലാ ഹോസ്പിറ്റൽ വിശേഷങ്ങളെ കാണിക്കാനുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനേ, വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങളിങ്ങനെ വീഡിയോ നോക്കിയിരിക്കത്തില്ലേ, എന്തെങ്കിലും അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അമ്മയുടെ വിശേഷങ്ങൾ അറിയാൻ വീഡിയോ നോക്കിയിരിക്കത്തില്ലേ? അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാന്ന് വെച്ചിട്ട് നമ്മുടെ വിശേഷങ്ങൾ മാത്രമാക്കിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും
ബൈ. ബൈ.